നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. കണ്ണൂരിലെ തയ്യിൽ മുത്തായ പി.കെ. ശ്രീമതിക്ക് ഇനി പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പിണറായി വിജയൻ്റെ ആചാരം വേണമെന്ന് ആരാണ് പറഞ്ഞു കൊടുത്തത്? വിഴിഞ്ഞം തുറമുഖത്തെ ഔദ്യോഗിക മീറ്റിങ്ങിൽ പിണറായിക്കൊപ്പം പണം കൊടുത്തവരാണ് എങ്കിൽ അത് മോശമായി പോയി. കുടുംബം വേറെ, പാർട്ടി വേറെ, അതാകണം. കേളു നമ്പ്യാരുടെയും മീനാക്ഷി അമ്മയുടെയും മകളായ നെരുവമ്പം സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന പി.കെ. ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കെട്ടിയിറക്കിയതൊന്നുമല്ല. 2 തവണ MLA ആയും സംസ്ഥാന മന്ത്രിയുമായൊക്കെ പ്രവർത്തിച്ചിട്ടാണ് ടീച്ചറമ്മ ഇവിടെ വരെ എത്തിയത്. ഇനി ശ്രീമതിക്കെതിരായ വിലക്ക് പാർട്ടിയിലെ ശുദ്ധികലശത്തിൻ്റെ തുടർച്ചയാണോ? പി ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിക്ക് തിരികെ എത്തിച്ചില്ല. അതുപോലെ ശ്രീമതി ടീച്ചറെയും പടിയടച്ച് പിണ്ടം വയ്ക്കാനാണോ ശ്രമം? പി.കെ. ശ്രീമതിക്ക് പിണറായി വിജയൻ്റെ വക ചെക്ക് പറഞ്ഞതോടെ പാർട്ടിക്കുള്ളിൽ ഭിന്നിപ്പ് രൂക്ഷമാകുന്നു. കേന്ദ്ര കമ്മിറ്റി അനുമതി നൽകിയാലും സംസ്ഥാനത്തിന് അയവില്ല. അതാണിപ്പോൾ പാർട്ടിക്കുള്ളിലെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാമെന്ന് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ ആ നിലപാട് അത്രയ്ക്കങ്ങ് വകവയ്ക്കാൻ സംസ്ഥാനം തയ്യാറല്ല. മഹിളാ അസോസിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്ന യോഗങ്ങളിൽ പി.കെ. ശ്രീമതിയെ പങ്കെടുപ്പിക്കാമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ ഈ നിലപാടുകളിലൊന്നും തലതൊട്ടപ്പനായ പിണറായിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. പ്രായത്തിൽ ഇളവ് നൽകിയതൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങളുടെ തറവാട്ടിൽ സ്ഥാനമില്ല. മനസ്സിലായില്ലേ? അതെ, AKG തറവാട്ടിൽ സ്ഥാനമില്ല എന്നാണ് പിണറായിയുടെ പക്ഷം. ഇതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. അതായത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റാണ് പി.കെ. ശ്രീമതി. അതിനാൽ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുപ്പിക്കാം. അതിനും പിണറായി വിജയൻ അനുമതി നൽകിയില്ല. ഇക്കഴിഞ്ഞ 19-ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ പി.കെ. ശ്രീമതി എത്തിയെങ്കിലും പിണറായിയുടെ വക നോ എൻട്രി ബോർഡ് എത്തുകയായിരുന്നു. അതെ, നിങ്ങൾ അങ്ങ് AKG ഭവനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ മതി, സേവനം ഇങ്ങോട്ടെടുക്കണ്ട എന്നാണ്. അതെ, ഒരു കാര്യം പറഞ്ഞേക്കാം, പ്രായത്തിൽ ഇളവ് നൽകിയത് ശരിയാണ്, പക്ഷെ അത് സംസ്ഥാനത്തിന് ബാധകമല്ല. പിന്നെ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് ജനറൽ സെക്രട്ടറി MA ബേബിയാണ്. എന്നാൽ ബേബിയൊട്ട് വാ തുറക്കത്തുമില്ല. പിണറായി കനയണം ബേബി വാ തുറക്കണമെങ്കിൽ. ആകെ ബേബി അങ്ങോട്ട് ഒതുക്കിയിട്ടിരിക്കുക. പിന്നെ അഭിപ്രായം പറയാൻ പോകുന്നത് ഇനിയാണോ? അപ്പോൾ അത് നടക്കില്ല എന്ന് നല്ല വൃത്തിക്ക് പിണറായിക്കറിയാം. അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ശ്രീമതിയോട് കടക്ക് പുറത്ത് എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും സംഭവം വിവാദമായതോടെ നിന്ന നിൽപ്പിന് ഗോവിന്ദ മാസ്റ്റർ മലക്കം പറഞ്ഞു. എന്തു പറയാനാ, പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനമാണ്. അതായത് തിരുവായ്ക്ക് എതിർവായില്ല എന്ന അർത്ഥം. 75 വയസ്സ് പൂർത്തിയായതിനാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി. അതിനാൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. കേന്ദ്ര കമ്മിറ്റി എടുക്കുന്നത് കേരളത്തിൽ പ്രവർത്തിക്കാനല്ലെന്നും, എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാമെന്നും കേരളത്തിൽ ഉണ്ടെങ്കിൽ പങ്കെടുക്കാമെന്നതിൽ തെറ്റില്ലെന്നും ശ്രീമതി പറഞ്ഞു വയ്ക്കുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.